ഓണമൊക്കെ ആയിട്ട് ഇന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ അഞ്ജലി, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് സ്റ്റോറീസ്. ഉരുളിന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി അപ്പം ഞാൻ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. 4 മീഡിയം സൈസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണം ഈ ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ കളർ വന്ന വരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൂത്താൽ മാത്രമാണ് ഇഞ്ചി നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും മതി. ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പം 1/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പൊടിച്ച് വെച്ചത് ചേർക്കാം. അപ്പോൾ ഇഞ്ചി നിങ്ങൾക്ക് ഒട്ടും കടിക്കണ ഇഷ്ടമല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല പൊടി പോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുത്തേക്കുന്നത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പാകത്തിനാണ്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടെയും ചേർക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെയും ചേർക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ശർക്കര കൂടെ ചേർക്കാം. ഇത്രയും ശർക്കരയാണ് കേട്ടോ, അത് പൊടിച്ച് ചേർക്കാം. പുളി എന്തോരം ആണെന്നുള്ള അനുസരിച്ച് വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ശർക്കര ചേർക്കണതിന് മുമ്പ് നമ്മൾ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം ശർക്കര ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഓണം സദ്യയൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുക, നല്ല സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.